ഹലോ മക്കളെ, നമ്മളിന്ന് എടുക്കുന്നത് 1-ാം ക്ലാസ്സിലെ മാത്സ് ആണ് കേട്ടോ. മാത്സിൽ എത്രാമത്തെ ചാപ്റ്ററാണ്? 3-ാമത്തെ 3 ആണ് അല്ലേ. ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് മക്കൾക്ക് അറിയോ? ആമീസ് ബർത്ത്ഡേ. ആമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒന്ന് വിഷ് ചെയ്ത എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ആമി അല്ലേ. അപ്പോൾ എന്താ നോക്കിക്കേ, ചിത്രത്തിൽ ആരാണ് ബർത്ത്ഡേ കാരി? ഇതാ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ആ കുട്ടിയാണല്ലേ. അപ്പോൾ എന്താണ്, ഓഗസ്റ്റ് 10 ആണ് കേട്ടോ ആമിയുടെ ബർത്ത്ഡേ. ടുഡേ ഈസ് ആമീസ് ബർത്ത്ഡേ. ഓഗസ്റ്റ് 10 ആണ്. ഫ്രണ്ട്സ് ആർ മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്? ആമിക്ക് വേണ്ടിയിട്ട് അവിടെ ഒക്കെ ഒരുക്കാൻ വിചാരിക്കുകയാണ് അല്ലേ. അപ്പം എന്തൊക്കെ അവർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം. അപ്പോൾ അവരെവിടെയാണ് ഒരുക്കുന്നത്? ക്ലാസ് റൂമാണ് കേട്ടോ. അപ്പോൾ അതാ കുട്ടികളെല്ലാവരും ആമി ഇരിക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും എന്ത് ചെയ്യാണ്? ബലൂണൊക്കെ കെട്ടുക അല്ലേ പിക്ചറിൽ. അപ്പോൾ ഹലോ ഹായ് ആമി എന്ന് പറയാണ് ഒരു കുട്ടി. അപ്പോൾ ആമി എന്ത് പറയും? ഹായ് മിഴി എന്ന് പറയാണ്. അപ്പോൾ മിഴി എന്നാണ് ആ ഹെയർ ബാൻഡ് വെച്ച കുട്ടിയുടെ പേര്. ഓക്കെ ആണോ? ഇനിയോ, there were 9 children in the classroom. എത്ര കുട്ടികളുണ്ട് ഈ ക്ലാസ് റൂമിൽ? നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇവർ പറയാണ് 9 ആണെന്ന്. നമുക്കൊന്ന് എണ്ണി നോക്കാം അല്ലേ. 1 2 3 4 5 6 7 8 9 10 ഉണ്ടല്ലോ. അപ്പോൾ ആമി കൂടെ ആവുമ്പം എത്രയാണ്? 10 അല്ലേ. ടുഗദർ വിത്ത് ആമി നൗ ദർ ആർ 10. 9നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ആണ് കേട്ടോ. 9 + 1 എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ ആ ഡോട്ടിൻ്റെ മുകളിലൂടെ മക്കൾ 10 എന്ന് എഴുതി കൊടുത്തേ. ഇനി എന്താണ് അഹാൻ എന്താണ് പറയുന്നത്? ഐ വിൽ ഓൾസോ ഹെൽപ്പ് ടു ടൈ അപ്പ് ദ ബലൂൺസ്. ബലൂൺ കെട്ടാൻ വേണ്ടി ഞാനും കൂടെ സഹായിക്കാമെന്ന് ആര് പറയാണ്? അഹാനാണല്ലേ പറയുന്നത്. അഹാൻ ജോയിൻറ്റഡ് ദം. ഹൗ മെനി നൗ? അഹാനും കൂടെ അവരുടെ കൂട്ടത്തിലേക്ക് ചേർന്നു. അപ്പോൾ എത്രയായി? അപ്പോൾ 10 അല്ലേ ആകെ ക്ലാസ് റൂമിൽ കുട്ടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അഹാനും കൂടെ അതിലേക്ക് ചേർന്നപ്പോൾ എത്രയായി? 10 and 1 make. 10ഉം 1ഉം കൂട്ടിയാൽ എത്രയാണ്? 10 + 1 11. അപ്പോൾ ആ ഒരു ഡോട്ടിൻ്റെ മുകളിൽ കൂടെ മക്കൾ 11 എഴുതി കൊടുക്കണം കേട്ടോ. ബലൂണൊക്കെ കെട്ടി വെച്ചു. പിന്നെ അവരെന്താ ചെയ്യുന്നത്? ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കുകയാണ് അല്ലേ. സം ഓഫ് ദ ഫ്രണ്ട്സ് കെയിം വിത്ത് ഗ്രീറ്റിംഗ് കാർഡ്. അപ്പം ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. ഹൗ മെനി ആർ ഇൻ ദ ലൈൻ? ഈ ലൈനിൽ എത്ര പേരുണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. എത്ര ആളുണ്ട്? 11 ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് മിഴി ഫ്രം ദ ഫ്രണ്ട്? മുന്നിൽ നിന്ന് മിഴി എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്? ആരാണ് മിഴി? നമ്മൾ നേരത്തെ മുൻപത്തെ പേജിൽ പറഞ്ഞു, തലയിൽ ഇതാ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടില്ലേ, അതാണ് മിഴി. അപ്പോൾ മുന്നിൽ നിന്ന് എത്രാമത്തേതാണ്? ഒന്ന് എണ്ണി നോക്കാം മക്കൾ, മിസ്സിൻ്റെ കൂടെ എണ്ണണേ. 1 2 3 4. 4 അല്ലേ. അപ്പം സെക്കൻഡ് നമുക്ക് 4 എന്ന് എഴുതി കൊടുക്കാം. പിന്നെയോ, ഫൈൻഡ് അഹാൻ സ്റ്റാൻഡിങ് ഫോർത്ത് ഫ്രം ദ ബാക്ക് ആൻഡ് ഡ്രോ എ സർക്കിൾ. പുറകിൽ നിന്ന്, ലാസ്റ്റിൽ നിന്ന് 4-മത്തതാണ് ആര്? അഹാൻ അല്ലേ. 4-മത്തത് 4th ആണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുക? നമ്മൾ എണ്ണി നോക്കിയിട്ട് ഒരു സർക്കിൾ, ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് എണ്ണി നോക്കാം. 1 2 3 4. അപ്പോൾ എല്ലാവരും റൗണ്ട് വരച്ചേ. നെക്സ്റ്റ് നേഹ പറയാണ് ഐ ആം ഇൻ ദ മിഡിൽ. ഞാൻ എവിടെയാണ്? ഞാൻ നടുക്കാണെന്നാണ് പറയുന്നത്. നേഹ ഈസ് ദ 6th ഫ്രം ദ ഫ്രണ്ട്. നേഹ മുന്നിൽ നിന്ന് എണ്ണി നോക്കുമ്പോൾ 6th ആണ്. ആൻഡ് ഓൾസോ ഫ്രം ദ ബാക്ക്, ബാക്കിൽ നിന്ന് എണ്ണി നോക്കുമ്പോഴും 6th അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കൾ നേഹൻ്റെ കയ്യിൽ ഒരു ബലൂൺ വരച്ചു കൊടുത്തേ. നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചറിൽ പോലെ മുടി പിന്നിയിട്ടിട്ട് ആരാണ്? അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എണ്ണി നോക്കുമ്പോൾ ഏത് വരണം? 6 വരണം. അപ്പം നമുക്ക് ആദ്യം മുന്നിൽ നിന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6. പിന്നെയോ ബാക്കിൽ നിന്ന് എണ്ണി നോക്കിക്കേ.
1 2 3 4 5 6. അപ്പോൾ നമുക്ക് നേഹാൻ്റെ കയ്യിൽ ഒരു ബലൂൺ വരച്ചു കൊടുക്കാം. മക്കൾ നല്ല വൃത്തിക്ക് വരയ്ക്കണം കേട്ടോ. പിന്നെയോ ലെറ്റ്സ് മേക്ക് എ ഗ്രീറ്റിംഗ് കാർഡ്. ഇത് ചിത്രത്തിലുള്ളതുപോലെ നിങ്ങളൊരു പേപ്പറിലോ ഒരു ചട്ടയിലോ എന്ത് ചെയ്യുക, ഒരു നല്ല ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. എന്നിട്ട് എന്താണ്, ഒരു ഗ്രീറ്റിംഗ് കാർഡ് അല്ലേ, ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ഏതെങ്കിലും, ഹാപ്പി ബർത്ത്ഡേ ആമീന്നോ അങ്ങനെ എന്താ വെച്ചാൽ എഴുതിയിട്ട് നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കണേ. ഇനി ഇവിടെ ആരൊക്കെയാണുള്ളത്? ആമിയുണ്ട്, അതുപോലെ മിഴി ഉണ്ട് അല്ലേ. അപ്പോൾ ആമിയും മിഴി എന്താ ചെയ്യുന്നത്, ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറയാണ്. അപ്പോൾ ബലൂണൊക്കെ ആക്കി അല്ലേ, കാർഡുകൾ ഉണ്ടാക്കി. ഇനി ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യല്ലേ വേണ്ടത്. അപ്പോൾ ആമി പറയാണ്, മിഴി വി ക്യാൻ കട്ട് ലൈക്ക് ദിസ് ടു മേക്ക് ഫെസ്റ്റൂൺസ്. ഇതുപോലെ ഫെസ്റ്റൂൺസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഹൗ, ലെറ്റ്സ് മീ സീ. ഞാനും കൂടെ എങ്ങനെയാണ്, ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ മിഴി. അപ്പോൾ അതാ എത്ര എണ്ണം ഇവിടെ ടേബിളിലുണ്ട്, ഒന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഫെസ്റ്റൂൺസ് ഉണ്ട് അല്ലേ ടേബിൾ മേലെ. അപ്പോൾ ഇനി ഹൗ മെനി ഓൺ ദ ടേബിൾ എന്നുള്ളിടത്ത് എന്തെഴുതാം, 10 എന്നെഴുതാം. ആഫ്റ്റർ കട്ടിങ് ഔട്ട് 2 മോർ. അപ്പം ഇനി 2 കൂടെ കട്ട് ചെയ്യണം, അതിലേക്ക് 2 എണ്ണം കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ എത്രയാകും, 10 and 2 മേക്ക് 12 അല്ലേ. 10നോട് 2 കൂട്ടിയാൽ എത്രയാണ്, 11 12. ഇനി എന്താണ്, ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ആണ് അല്ലേ, ബർത്ത്ഡേ ആശംസകളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് നമ്പേഴ്സും തന്നിട്ടുണ്ട് അല്ലേ. പി എത്രയാണ്, 3 ആണ്. ഐയോ 7, ആർ 8, വൈ 5 ആണ്. എച്ച് 1 ആണ്. ടിഒ 9 ആണ്. ബി 6, എ 2, എച്ച് 10, പി 4. അങ്ങനെ കുറച്ച് നമ്പേഴ്സും ലെറ്റേഴ്സും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേഹ പറയാണ് 3 മോർ ടു പേസ്റ്റ്. അപ്പോൾ 3 എണ്ണം കൂടെ അതിലേക്ക് ചേർക്കാനുണ്ട്. ഏതൊക്കെയാണ്, വൈ 13, ഡി 11, എ 12. അപ്പോൾ നമ്പേഴ്സ് ഷുഡ് ബി പേസ്റ്റഡ് ഇൻ ഓർഡർ. നമ്പേഴ്സ് എന്ത് ചെയ്യണം, ഓർഡറിൽ എഴുതണം എന്ന് പറയുകയാണല്ലേ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ്. പിന്നെ ഇനിയുള്ള ലാസ്റ്റുള്ള 3 നമ്പേഴ്സും കൂടെ നമ്മളോട് വരയ്ക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഓർഡറിൽ എഴുതണം. ഒന്നാമത്തെ നമ്പർ ഏതാണ്, മുകളിൽ നോക്കിക്കേ, അതിൻ്റെ ലെറ്റർ ഏതാണ്, എച്ച് ആണ് അല്ലേ. അപ്പോൾ താഴെതാ എച്ച് എഴുതിയിട്ടുണ്ട്. എച്ചിൻ്റെ നമ്പർ എത്രയാണ്, 1. ഇനി എയുടെ നമ്പർ എത്രയാണ്, 2. ഇനി പി 3. പിന്നെ അടുത്ത പി 4. അടുത്തത് വൈയോ 5 ആണ്. ബി 6 ആണ്. പിന്നെ ഐ ഏതാണ്, 7 ആണ്. ആറോ 8 ആണ് അല്ലേ. ടി ഏതാണ് വരുന്നത്, നോക്കിക്കേ, 9 ആണ്. എച്ച് എവിടെ, 10 ആണ് അല്ലേ. അപ്പം നമ്മൾ എത്ര കാർഡ്, നമ്പർ ഓഫ് കാർഡ് പേസ്റ്റഡ്, എത്ര കാർഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു, 10. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ ബോക്സിൽ 10 എഴുതി കൊടുക്കാം. പിന്നെയോ റിമൈനിങ് കാർഡ്സ് ടു പേസ്റ്റ്, എത്ര കാർഡ്സ് നമ്മൾ പേസ്റ്റ് ചെയ്യാനുണ്ട്, 3 ആണല്ലേ. അപ്പോൾ നമ്മൾ ആ ഓർഡറിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. 11 12 13. അപ്പോൾ എന്താ വായിക്കാം, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ 10 and 3 മേക്ക് 13. 10നോട് 3 കൂട്ടിയാൽ എത്രയാണ്, 11 12 13. അപ്പോൾ അവിടെ ആ ഡോട്ടിൻ്റെ മുകളിലൂടെ 13 എഴുതി കൊടുക്കുക. എന്നിട്ടോ റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 13 ഇൻ ഓർഡർ. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ വഴിയായിട്ട് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് എന്താണ് ചെയ്യുന്നത്, ലെറ്റ്സ് ലൈറ്റ് കാൻഡിൽസ്. മെഴുകുതിരികൾ അല്ലേ. എങ്ങനെയാണ് ഉണ്ടാക്കുക, എന്തൊക്കെ ഡെക്കറേഷൻസ് അല്ലേ അവർ ചെയ്യുന്നത്. നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ ദ പാക്കറ്റ്. ഒരു പാക്കറ്റിൽ എത്ര കാൻഡിൽസ് ഉണ്ട്, 10 ആണല്ലേ. എണ്ണി നോക്കിക്കേ, മെല്ലെ ഇങ്ങനെ പെൻസിൽ വെച്ച് എണ്ണി നോക്കൂ കേട്ടോ. 10 ആണുള്ളത്. പുറത്ത് എത്രയാണ്, ഔട്ട് സൈഡ് എത്രയാണ്, 4 ഉണ്ട് അല്ലേ. അപ്പം 10 and 4 മേക്ക് എത്രയാണ്, 14. 10. അപ്പോൾ മുന്നോട്ട് 4 എന്ന് പറയുമ്പോൾ മുന്നോട്ട് 4 എണ്ണ 11 12 13 14. അപ്പോൾ
14 കേട്ടോ. 10നോട് 4 കൂട്ടിയാൽ 14. ഇനി എന്താ വേണ്ടത്? കാർഡായി, ബലൂൺസായി, കാൻഡിൽസായി. ഇനി എന്താ വേണ്ടത്? കേക്ക് വേണമല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ദാ കേക്കിൻ്റെ പീസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? കേക്ക് ചുറ്റും നിന്ന് ടീച്ചറും കുട്ടികളും കൂടെ ചുറ്റും നിന്നിട്ടാണല്ലേ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്ര പീസ് കേക്ക് ഉണ്ട്? ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 പീസാണല്ലേ ഉള്ളത്. ഇനിയോ ഹൗ മെനി മോർ പീസസ് മസ്റ്റ് ബി കട്ട് ടു ഗിവ് എവ്രി വൺ എ പീസ്? എല്ലാവർക്കും ഓരോ പീസ് കൊടുക്കണമെങ്കിൽ ഇനി എത്ര പീസും കൂടെ വേണം? അപ്പം നമുക്ക് എത്ര ആളുണ്ടെന്ന് നോക്കാമല്ലേ? ടീച്ചറുടെ അടുത്ത് നിന്ന് എണ്ണി തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. ഇവിടെ 10 കുട്ടികൾക്ക് അല്ലേ? 9 കുട്ടികൾക്ക് ഒരു ടീച്ചർക്കും കൊടുത്തു. ഇനി ബാക്കി എത്ര കുട്ടികൾക്ക് കൊടുക്കണം? എണ്ണി നോക്കിക്കേ. 1 2 3 4 5. അപ്പോൾ എത്ര പീസും കൂടെ വേണം? 5 പീസും കൂടെ വേണം അല്ലേ? അപ്പോൾ 10 and 5 മേക്ക് എത്രയാണ്? 10നോട് 5 കൂട്ടിയാൽ 10ന് മുന്നോട്ട് 5 എണ്ണിക്ക്. 11 12 13 14 15. അപ്പം നമുക്കവിടെ ആ ഡോട്ടിൻ്റെ മുകളിലൂടെ 15 എന്ന് എഴുതി കൊടുക്കാം. ഇനി എന്താണ്? ബർത്ത്ഡേ പ്രമാണിച്ച് ഡാൻസ് ഉണ്ട് കേട്ടോ. ഡാൻസ്. ദേ വേർ ഫ്ലവർ ഷേപ്പ്ഡ് മാസ്ക്. എല്ലാവർക്കും ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള മാസ്ക് ആണുള്ളത് അല്ലേ? ആൻഡ് ഗോട്ട് റെഡി ഫോർ ദ ഡാൻസ്. എല്ലാവരും ഡാൻസിന് തയ്യാറായിട്ടുണ്ട്. ഹൗ മെനി ഫ്ലവേഴ്സ്? എത്ര ഫ്ലവേഴ്സ് ആണുള്ളത്? 1 2 3 4 5 6 7 8 9 10 ഫ്ലവേഴ്സ് അല്ലേ ഉള്ളത്. ആർ ദർ ഇനഫ് മാസ്ക്സ് ഫോർ ഓൾ? ഇപ്പം എല്ലാ കുട്ടികൾക്കും മാസ്ക് കിട്ടിയോ? ഹൗ മെനി മോർ നീഡഡ്? എത്ര എണ്ണം കൂടെ വേണം? അതിന് 10 ഫ്ലവേഴ്സ് അല്ലേ ഉള്ളത്. അപ്പം നമ്മൾ എത്ര കുട്ടികളാണെന്ന് എണ്ണി നോക്കണം. 10 കുട്ടികൾക്ക് 10 ഫ്ലവേഴ്സ് കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം. ഒരു ഭാഗത്ത് നിന്ന് എണ്ണാം. 1 2 3 4 5 6 7 8 9 10. അവിടെ ഇരിക്കുന്നതും അവരുടെ ബാക്കിൽ നിൽക്കുന്നതുമായിട്ടുള്ള കുട്ടികൾക്ക് 10 ഫ്ലവേഴ്സ് അവർക്ക് കൊടുത്തു. ബാക്കി എത്ര കുട്ടികളുണ്ട്? 1 2 3 4 5 6. അപ്പോൾ എത്ര പൂക്കൾ വേണം? 6 ഫ്ലവേഴ്സ് വേണമല്ലേ? ഇനി 10 and 6 മേക്ക് എത്രയാണ്? 10ഉം 6ഉം കൂടെ കൂട്ടിയാൽ ഇപ്പോൾ 10 നമ്മൾ മനസ്സിൽ അവിടെ വെക്കുക. എന്നിട്ട് 6 മുന്നോട്ട് എണ്ണുക. 11 12 13 14 15 16. അപ്പോൾ അവിടെ 16 എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്താണ്? ഗിഫ്റ്റ് ടു ഫ്രണ്ട്സ്. ആമി എന്താണ് ഫ്രണ്ട്സുകൾക്ക് കൊടുക്കാൻ വേണ്ടി, കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു ഓൾ. എല്ലാവർക്കും കൊടുക്കാനല്ലേ? പേപ്പർ ഫ്ലവേഴ്സ് ഐ ഹാവ് മെയ്ഡ്. അപ്പോൾ ആമി ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്? 1 2 3 4 5 6 7 8 9 10. ഒരു ഭാഗത്ത് 8 ഉണ്ട്. ഇനി മറുഭാഗത്തോ 1 2 3 4 5 6 7. അപ്പോൾ 10ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 10 മനസ്സിൽ അവിടെ വെക്കുക. എന്നിട്ട് മുന്നോട്ട് 7 എണ്ണ. എത്രയാണ്? 17. ഇനി ഇവിടെ 2 ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഡക്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ? അപ്പോൾ എണ്ണി നോക്കുക. എത്രയാണ്? ഫസ്റ്റ് 10 ആണ്. പിന്നെയോ 1 2 3 4 5 6 7 8. അപ്പോൾ 10ഉം 8ഉം എത്രയാണ്? 18. അപ്പോൾ അവിടെ ആ ഡോട്ടിൽ എഴുതി കൊടുക്കുക. പിന്നെയോ 10 ഇവിടെ തന്നിട്ടുണ്ട്, പമ്പരാണല്ലേ? പിന്നെയോ ഇപ്പുറത്ത് എത്ര എണ്ണം തന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ 10ഉം 9ഉം എത്രയാണ്? 10 മനസ്സിൽ വെച്ചിട്ട് കയ്യിൽ 9 ഫിംഗേഴ്സ് എടുക്കുക, 9 വിരലുകൾ എടുക്കുക. എന്നിട്ട് അത് മുന്നോട്ട് എണ്ണി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 10 + 9 19. പിന്നെന്താണ് ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ളത്?
ആ ഐസ്ക്രീം ഉണ്ട് അല്ലേ. ആമീസ് മദർ ബോട്ട് ദ ഐസ്ക്രീം. ആമിയുടെ അമ്മ വാങ്ങിയതാണ് അല്ലേ ഐസ്ക്രീംസ്. ഹൗ മെനി കപ്സ് ഇൻ ദ ഫസ്റ്റ് ബോക്സ്? ഒന്നാമത്തെ ബോക്സിൽ എത്ര കപ്പ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ആണ് അല്ലേ. രണ്ടാമത്തെ ബോക്സിലോ സെയിം തന്നെയല്ലേ, രണ്ടാമത്തെ ബോക്സിലും 10 ആണ്. അപ്പോൾ ഹൗ മെനി കപ്സ് ഇൻ ടോട്ടൽ? 10 ആൻഡ് 10 മേക്ക് എത്രയാ? 10ഉം 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 എത്രയാണ്? 20. 20 20. അപ്പോൾ അതവിടെ ഡോട്ടിൻ്റെ മുകളിലൂടെ എഴുതി കൊടുക്കണേ. ഇനി അടുത്തതും ഒരു ആക്ടിവിറ്റിയാണ്. ജോയിൻ ദ ഡോട്ട്സ് ഫ്രം 1 to 20. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ജോയിൻ ചെയ്യുക. എന്നിട്ടോ അപ്പം നമുക്ക് ഒരാൾ ഒളിച്ചിരിക്കുന്നത് കാണാം. ആരാന്ന് മിസ് ഇപ്പം വരച്ച് കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണ്, മക്കൾക്ക് എന്താന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി വേണ്ടേ. അപ്പോൾ മക്കളത് വരച്ച് നോക്കുക. എങ്ങനെ വരയ്ക്കണം? 1 വന്ന് 2 2 3 അങ്ങനെ വരച്ച് 19 വന്ന് 20 കണ്ടിട്ട് നമുക്കൊരു രൂപമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. മക്കൾ വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അടുത്തത് എന്താണ്? ലെറ്റ്സ് പ്ലേ. ഒരു കളിയാണല്ലേ, നമുക്ക് കളിക്കാം. ഈച്ച് റോ ആൻഡ് കോളം ഷുഡ് ഹാവ് ദ നമ്പേഴ്സ് ഫ്രം 1 to 4. ഇത് നേരെയുള്ള വരിയിലായാലും താഴോട്ടുള്ള നിരയിലായാലും എന്ത് വേണം? 1 മുതൽ 2 3 4 അത്രയും നമ്പേഴ്സ് വേണം അല്ലേ. അപ്പോൾ ഒരു വരിയിൽ തന്നെ 2 പ്രാവശ്യം വരാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 2 വീതം തന്നിട്ടുള്ള ആ നേരെ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കാം. ആദ്യം രണ്ടാമത്തെ ലൈന് 3 4 തന്നിട്ടുണ്ട്, പിന്നെ സ്പേസ് ഇട്ടിട്ടുണ്ട്, പിന്നെ 2. അപ്പോൾ അവിടെ ഏത് വരണം? ഏതാ ഇല്ലാത്തത്? 1. അപ്പോൾ അവിടെ ഫില്ലായേ. പിന്നെയോ ഫസ്റ്റത്തെ താഴോട്ട് 1 3 പിന്നെ സ്പേസ് ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഏതാ ഇല്ലാത്തത്? 4. ഇനി നമ്മളിപ്പോൾ എഴുതിയ 4ൻ്റെ നേരെയുള്ള കള്ളിയിൽ ഏതാ നോക്കാം അല്ലേ. അപ്പോൾ 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, പിന്നെയോ ഏതാ ഇല്ലാത്തത്? 1 ആണ് അല്ലേ. ഇനി അടുത്ത് നമുക്ക് എവിടെ എഴുതാം? ലാസ്റ്റിൽ താഴോട്ട് 3 വരിയിൽ 3 കള്ളിയിലത്തത് നമുക്ക് കിട്ടി. അപ്പം നാലാമത്തെ കള്ളിയിൽ ഏതൊക്കെയാണ് ഉള്ളത്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പം മുകളിൽ എത്ര വേണം മക്കൾ? മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ, 3. ഇനി മുകളിലും താഴെയും അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പം മുകളിലത്തെ ലൈനിൽ ഏതൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. ഇനി താഴെയോ 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പം മുകളിലത്തെ വരിയിൽ ഏതൊക്കെ വേണം? 2ഉം 4ഉം വേണം. താഴെ വരിയിലോ 1ഉം 3ഉം വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 2ഉം 4ഉം മുകളിൽ എങ്ങനെ എഴുതാം? ഈ ഫസ്റ്റിലത്തെ 1, പിന്നെ രണ്ടാമത്തെ ഇതിൽ നമ്മൾ 2 കൊടുക്കുകയാണെങ്കിൽ താഴോട്ട് 4 3 2 ഇല്ലല്ലോ അല്ലേ. അപ്പം നമുക്ക് അവിടെ 2 കൊടുത്ത് നോക്കാം. ഇനി താഴെ 1ഉം 3ഉം അല്ലേ ഇല്ലാത്തത്. അപ്പം മുകളിൽ നിന്ന് രണ്ടാമത്തെ ലൈനിൽ 3 ഉണ്ട്. അപ്പം അതിൻ്റെ താഴെ നമുക്ക് 1 കൊടുക്കാം. സെക്കൻഡിലോ അടുത്തതിലോ തേർഡത്തെ ആ ഒരു ബോക്സിൽ 4 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ അവിടെ 3ഉം കൊടുക്കാം അല്ലേ. ഫസ്റ്റ് 1 പിന്നെ 3. ഇനി ഓരോ വരിയിലും നോക്കിക്കേ. 1 2 4 3. രണ്ടാമത്തതിലോ 3 4 1 2. പിന്നെയോ 4 3 2 1. പിന്നെ 2 1 3 4. ഓക്കെ അല്ലേ. ഇനി താഴോട്ട് നോക്കുകയാണെങ്കിൽ അതും റെഡിയാണ് അല്ലേ. 1 2 3 4 എന്ന് ഓരോ പ്രാവശ്യമാണ് ഓരോ കളത്തിൽ വന്നിട്ടുള്ളത്. ഇനി മക്കളും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തത് ചെറിയൊരു പാട്ടാണല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ പാടി നോക്കാം. ജോയിൻ ടുഗദർ, സിങ് ടുഗദർ. 10 little birdies on a bough. One more join them, how many now? അപ്പം എന്താ ചോദിച്ചിട്ടുള്ളത്? ഇതാ മരത്തിൻ്റെ കൊമ്പുകളിൽ 10 കിളികളുണ്ട്, 10 ബേർഡ്സ് ഉണ്ട്. അതിലേക്ക് ഒരാളും കൂടെ ചേർന്നു അല്ലേ, ജോയിൻ്റ് ആയി. അപ്പോൾ എത്രയാണ്? 10 + 1 എത്രയാണ്? 10. പിന്നെ 1 ആണെങ്കിൽ തൊട്ടടുത്തത് ഒന്ന് മുന്നോട്ട് ചെല്ലുക.
അപ്പോൾ 10, 11. നെക്സ്റ്റോ 11 little birdies on a bough. One more join them, how many now? അപ്പോഴോ 11 ബേർഡ്സ് ഉണ്ട് മരത്തിൻ്റെ കൊമ്പിൽ. അപ്പോൾ അതിലേക്ക് ഒന്നും കൂടെ ആഡായി. അപ്പോൾ എത്രയാണ്? ഒന്നും കൂടെ വന്ന് ചേർന്നു. അപ്പോൾ ഹൗ മെനി നൗ? ഇപ്പോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 11 നമ്മൾ മനസ്സിൽ വെച്ചിട്ട് 1 ആണ് കൂട്ടാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തൊട്ടടുത്ത സംഖ്യയിലേക്ക് 1 അടുത്ത ഒരൊറ്റ ഒന്ന് ചെല്ലുക. 11, 12 അല്ലേ? അപ്പോൾ അവിടെ 12 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ആണല്ലേ. 10 and 1 make 11. ഇനിയോ 11 and 1 make 12. 12 and 1 make 13. ഒക്കെ 1 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത സംഖ്യ. 13 and 1 make എത്രയാണ്? 14. പിന്നെ 14 and 1 make 15. പിന്നെ 15 and 1 make 16. ഇനി അടുത്തത് ഏതാണ്? 16 and 1 make 17. പിന്നെയോ 17 and 1 make 18. 18 and 1 make 19. 19 and 1 make 20. ഇനി അടുത്തത് എന്താണ്? ലെറ്റ്സ് കളർ. ലുക്ക് അറ്റ് ദ നമ്പർ ആൻഡ് കളർ ദാറ്റ് മെനി സ്ക്വയേഴ്സ്. ഇവിടെ ഒരുപാട് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ ഓരോ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ എത്ര എണ്ണാണോ അത്ര ബോക്സ് കളർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര സ്ക്വയർ കളർ ചെയ്യണം. ആദ്യം എത്രയാണ് തന്നിട്ടുള്ളത്? 15 ആണല്ലേ? അപ്പോൾ 15 ബോക്സ് കളർ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇത്രയും ഭാഗം കളർ ചെയ്യാം. നെക്സ്റ്റ് എത്രയാണ്? 17 ബോക്സ് കളർ ചെയ്യണം അല്ലേ? അപ്പോൾ മക്കൾ എണ്ണി നോക്കുക, എന്നിട്ട് കളർ ചെയ്യുക കേട്ടോ. അടുത്തത് എന്താണ്? ഹൂ ഡിഡ് ദ ബെസ്റ്റ് ജോബ്? റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗ്ഗസ്റ്റ്. അപ്പോൾ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 15, പിന്നെ ഏതാണ്? 16, 17, 18, 19, 20. അപ്പോൾ ലാസ്റ്റ് പേജിൽ എന്താണ്? ഹിയർ ആർ 2 കാർഡ്സ് ഫോർ യു ടു കളർ. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കാർഡ്സ് തന്നിട്ടുണ്ട്. ട്രൈ ഹു ഫിനിഷ്ഡ് ഫസ്റ്റ്. ആരാ ഫസ്റ്റ് ചെയ്യാൻ നോക്കാം. ഗിവ് ദ സെയിം കളർ ടു ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. അപ്പോൾ ഓരോ വരിയിലെയും വലിയ സംഖ്യയ്ക്ക് നമ്മൾ എന്ത് കളർ ചെയ്യണം? അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഏതാണ്? 11, 6, 7, 10, 8. ഏതാണ് മക്കളെ? ഏതാണ് വലിയ സംഖ്യ? 11 ആണല്ലേ? അപ്പോൾ 11 നമുക്ക് കളർ കൊടുക്കാം. മിസ്സ് കളർ കൊടുത്താൽ മക്കൾക്ക് മനസ്സിലാവൂല കേട്ടോ. അതുകൊണ്ടാണ് മിസ്സ് ഒരു ടിക്ക് കൊടുക്കുന്നത്. അടുത്ത ലൈനിൽ ഏതാണ്? 9, 12, 8, 11, 10. അപ്പോൾ ഏതാണ്? 12. നെക്സ്റ്റ് ലൈനിലോ 12, 10, 13, 9, 11. അപ്പോൾ ഏതാണ്? 13. 13 അല്ലേ വലിയ സംഖ്യ? അടുത്തത് ഏതാണ്? 11, 12, 9, 14, 10. അപ്പോൾ അതിലേതാണ് വലുത്? മക്കൾ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ശരിയാണ് കേട്ടോ, 14. നെക്സ്റ്റ് ലൈനിൽ 11, 14, 10, 12, 15. അപ്പോൾ ഏതാണ് വലുത്? ശരിയായിട്ട് മക്കൾ പറഞ്ഞു കേട്ടോ, 15. ഇനി എന്താ സൈഡിൽ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ കളേർഡ് നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പോൾ നമ്മൾ കളർ ചെയ്ത നമ്പർ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതി നോക്കാം. അപ്പോൾ എങ്ങനെയാണ്? 11, 12, 13, 14, 15. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കളേർഡ് നമ്പർ? ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? അടുത്തടുത്ത സംഖ്യകളാണല്ലേ. ഓരോന്നിനോട് 1 പ്ലസ് ചെയ്യുമ്പോഴാണ് ആ ഒരു തൊട്ടടുത്ത സംഖ്യ കിട്ടുന്നത് അല്ലേ. 11നോട് 1 പ്ലസ് ചെയ്താൽ 12, 12നോട് 1 പ്ലസ് ചെയ്താൽ 13, 13നോട് 1 പ്ലസ് ചെയ്താൽ 14, 14നോട് 1 പ്ലസ് ചെയ്താൽ 15. മനസ്സിലായോ?
ഇനി നമുക്ക് താഴെയുള്ള കാർഡും കൂടെ നോക്കാം. ഗിവ് ദ സെയിം കളർ ടു ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് റോ. അപ്പോൾ ഓരോ ലൈനിലുള്ള എന്താണ്, ഓരോ റോയിലുള്ള നമ്പേഴ്സ് ചെറുത് ഏതാന്ന് വെച്ചാൽ അത് ടിക്കിടാനാണ്. അത് ടിക്കിടാനല്ല, കളർ ചെയ്യാനാണ്. മിസ് ടിക്കിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഏതാണ്? 15, 12, 14, 11, 10. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 10 ആണല്ലേ. അപ്പോൾ 10 നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിലോ 14 ഉണ്ട്, 10, 12, 9, 13. അപ്പോൾ ഏതാണ്? 9 ആണല്ലേ. ഇനി നെക്സ്റ്റ് ലൈനോ 13, 14, 8, 10, 11. അപ്പോൾ ഏതാണ് ചെറുത്? 8. ഇനി അടുത്ത ലൈൻ ഏതാണ്? 14, 7, 12, 13, 15. അപ്പോൾ ഏതാണ് ചെറുത്? സ്മോൾ ഏതാണ്? 7. നെക്സ്റ്റ് ലൈനോ 6, 11, 9, 8, 10. അപ്പോൾ അതിലേതാ സ്മോള്, ചെറുത് അല്ലേ? കുറച്ച് മിഠായിയെ കിട്ടിയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ആർക്കാ? അതിൽ 6 ആണല്ലേ. അപ്പം നമുക്ക് 6 കളർ ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, റൈറ്റ് ദ കളേർഡ് നമ്പർ ഇൻ ഓർഡർ. അപ്പം നമുക്ക് ഓർഡറിൽ എഴുതി നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കളേർഡ് നമ്പേഴ്സ്? കളർ ചെയ്ത നമ്പേഴ്സ് തമ്മിൽ എന്താ ഒരു ബന്ധമുള്ളത് നോക്കിക്കേ. 10, പിന്നെ ഏതാണ്? 9 ആണല്ലേ. നിങ്ങളിപ്പോൾ 10 ഫിംഗേഴ്സ് എടുത്തു എന്ന് വിചാരിക്കുക. അതിൽ പിന്നെ 9 ആണെങ്കിൽ അതിലെന്താ ആയത്? ഒരു 1 അങ്ങ് പോയില്ലേ. അപ്പോൾ 1 കുറഞ്ഞു പോയി. പിന്നെയോ 9 ഫിംഗേഴ്സ് ആണ് എടുത്തതെങ്കിൽ അതിൽ നിങ്ങൾക്ക് 8 ആണെങ്കിൽ എന്ത് ചെയ്യണം? പിന്നെയും 1 മൈനസിലെ ഒരു 1 ഫിംഗർ മടക്കണം. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? 1 ഇങ്ങനെ മൈനസ് ആയി പോവാണല്ലേ. അപ്പോൾ മക്കൾക്ക് മിസ്സിൻ്റെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? അപ്പം കൂടുതലായിട്ട് 1 to 20 വരെ ഒരുപാട് പ്രാവശ്യം എഴുതിയും വായിച്ചും പഠിക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ അത് മനസ്സിൽ തെറവായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ മിസ്സിൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ലൈക്കൊന്ന് അടിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് മക്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.